ഹലോ ഓൾ, എവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റിച്ചാർഡ് സ്റ്റീലി എഴുതിയിട്ടുള്ള ദ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. ഈ ഒരു റിച്ചാർഡ് സ്റ്റീലിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 1672 എന്നാൽ അദ്ദേഹം മരിക്കുന്നത് 1729. അദ്ദേഹം ഒരു ഐറിഷ് റൈറ്ററാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പ്ലേ റൈറ്റാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനും കൂടെയാണ്. ഈ ഒരു സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്നത് അതൊരു റിയൽ അല്ല, നോട്ട് റിയൽ ആണ്. അതുപോലെ തന്നെ അതൊരു ഇമാജിനേഷൻ ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ഈ ഒരു എസ്സേയിൽ 6 ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഈ ഒരു 6 ക്യാരക്ടേഴ്സിനെയും ഇമാജിനേഷനിലാണ് കാണിക്കുന്നത്. ഇവരെല്ലാം റെപ്രസെൻ്റ് ചെയ്തിട്ട് പറയുന്നത് ഏർലി 18th സെഞ്ച്വറിയിലെ ഏർബൺ സൊസൈറ്റിയെയാണ്. ഈ എസ്സേയിലുള്ള ക്യാരക്ടേഴ്സിനെ എന്താക്കാം നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് സർ റോജർ ഡി കവർലെയാണ്. രണ്ടാമത്തേത് ക്യാപ്റ്റൻ സെൻട്രി ആണ്. അതുപോലെ തന്നെ സർ ആൻഡ്രൂ ഫ്രീപോർട്ട് ആണ്. അതുപോലെ തന്നെ വിൽ ഹണി കോംബാണ്. അതുപോലെ തന്നെ ദ ക്ലേർജിമാനും അതുപോലെ തന്നെ ദ സ്റ്റുഡൻറ്റ് ഓഫ് ദി ലോ. ഈ 6 ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. ഇതിലുള്ള ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് സർ റോജർ ഡി കവർലെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു സ്പെക്ടേറ്റർ ക്ലബ്ബ് ഇതിലെ ഫസ്റ്റ് മെമ്പറാണ് ഈ ഒരു സർ റോജർ ഡെ കവർലെ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അരിസ്ട്രോക്രാറ്റിക് ആയ ഡീസൻ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ബിഹേവിയേഴ്സ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ബഹുമാനത്തേക്കാൾ എല്ലാവർക്കും അദ്ദേഹത്തോട് വളരെയധികം സ്നേഹമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അത് വളരെയധികം കണ്ടീഷനായിരുന്നു, വളരെ നീറ്റായിരുന്നു, വളരെ ഡീസൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എല്ലാവർക്കും ബഹുമാനത്തേക്കാൾ അദ്ദേഹത്തോട് സ്നേഹമായിരുന്നു ആളുകൾക്ക് കൂടുതൽ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ അൺയൂഷ്വലായ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു വിധവയുമായിട്ട്, ഒരു സുന്ദരിയായ വിധവയുമായിട്ട് അദ്ദേഹത്തിന് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു വിധവയുമായിട്ട് അദ്ദേഹം ബ്രേക്കപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം ഫുള്ളി ഡിസപ്പോയിൻറ്റഡ് ആവുകയും, അതായത് കുറച്ച് നാൾ അദ്ദേഹം വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അതായത് ഒരു ഡൗണായ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പഴയ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ടൈം എടുത്തു. അദ്ദേഹം എനർജറ്റിക് മൂഡിലേക്ക് വരാൻ കുറച്ച് ടൈം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ലൈഫ് ടൈമിൽ അദ്ദേഹം ബാച്ചിലർ ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിന് പെണ്ണ് വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഉണ്ടാവുന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ജെന്റിൽമാനാണ്. അതേപോലെ അദ്ദേഹം കോർട്ടിലെ ഒരു ജസ്റ്റിസും കൂടിയാണ്. അദ്ദേഹം ഗുഡ് സെൻസ് ആൻഡ് ഹ്യൂമർ കൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിന് നല്ല ഗുഡ് സെൻസ് ആണ്. അതുപോലെ തന്നെ വളരെയധികം നല്ല ഹ്യൂമറുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു സർ റോജർ ഡി കവർലെയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ദ സ്റ്റുഡൻറ്റ് ഓഫ് ദി ലോയിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താക്കുന്നില്ല, ഇവിടെ പറയുന്നില്ല. അദ്ദേഹം ഒരു ലോയറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസിക് റൈറ്റിങ്ങിലാണ് അദ്ദേഹം ഫെമിലിയർ ആയിരുന്നത്. അദ്ദേഹത്തിന് ലോയിനേക്കാൾ അറിവുണ്ടായിരുന്നത് ഈ ഒരു ക്ലാസിക്കൽ റൈറ്റിങ്ങിലായിരുന്നു. അദ്ദേഹം ഒരു ലോയർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് തൻ്റെ ലോയിനേക്കാൾ അറിയാവുന്നത് ഈ ഒരു ക്ലാസിക്കൽ റൈറ്റിങ്ങിലായിരുന്നു. അദ്ദേഹം ക്ലാസിക്കൽ റൈറ്റിങ്ങിനായിട്ട് വളരെയധികം കമ്മിറ്റ്മെൻറ്റ് ഉള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം ഒരു നല്ല വായനക്കാരൻ, ഒരു ഗുഡ് റീഡർ ആയിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു നിരീക്ഷകനായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ക്രിട്ടിക്കും കൂടി ആയിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർ ആൻഡ്രൂ ഫ്രീപോർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെർച്ചൻ്റ് ഓഫ് ലണ്ടൻ എന്നാണ് അദ്ദേഹത്തെ പറയപ്പെടുന്നത്. അതായത് ബിസിനസ് ഓഫ് ലണ്ടൻ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇൻ്റലിജൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിനെക്കുറിച്ചും നല്ല നോളജ് ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ട്രേഡിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും, ഏതൊരു ചെറിയ കാര്യം ട്രേഡിനെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഹോൾഡ് ചെയ്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിന് മേൽക്കൊയ്മ നേടുന്നത്, അതായത് നോളജ് നേടുന്നത് ഒരിക്കലും ഫിസിക്കൽ പവർ കൊണ്ടായിരിക്കരുത് എന്നാണ്. ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പകരം ആർട്സ് ആൻഡ് ഇൻഡസ്ട്രിയിലൂടെ ആവണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നോളജ് ഒരിക്കലും ഫിസിക്കൽ പവർ കൊണ്ടായിരിക്കരുത് എന്ന് ഉദ്ദേശിച്ചിട്ട് പറയുന്നത് ആർട്സിലൂടെയും ഇൻഡസ്ട്രിയിലൂടെയും ആവണം അത് നേടുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സെൻട്രി ആണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം കറേജസ് ആണ്. അതുപോലെ തന്നെ വളരെയധികം ഇൻ്റലിജൻ്റ് ആണ്. അതുപോലെ തന്നെ എബിലിറ്റീസിന് ആരും അങ്ങനെ, അദ്ദേഹത്തിന് ഒരുപാട് എബിലിറ്റികളുണ്ട്, അതിനൊന്നും ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപ്രിഷ്യേറ്റും അതുപോലെ തന്നെ പ്രൊമോഷനും ഒന്നും ആരും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആർമി ജോബിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങിയത്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്
മിലിറ്ററിയിൽ നല്ല പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നല്ല പൊസിഷൻ ഉണ്ടെങ്കിലേ മിലിറ്ററിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതാണ് ഇദ്ദേഹം പറയുന്നത്. പൊസിഷൻ കിട്ടിയ ഉടനെ നമ്മൾ നല്ല രീതിയിൽ ഹമ്പിൾ ആവണം. നമ്മുടെ ബിഹേവിയറിലെ ഹമ്പിൾ ബിഹേവിയർ ആവണം എന്നും ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റൂ എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയുന്നുള്ള വളരെ ഫ്രാങ്കായിരുന്നു, ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ ഒരു ക്യാപ്റ്റൻ സെൻട്രി എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ. പിന്നെ പറയാനുള്ള നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് വിൽ ഹണി കോംബാണ്. അദ്ദേഹം വളരെ ഓൾഡായിരുന്നു, പക്ഷേങ്കിൽ ബിഹേവിയറിലും സംസാരത്തിലും അദ്ദേഹം റിഫ്ലക്റ്റഡ് ആവുന്നില്ല. അദ്ദേഹം ചെറുപ്രായക്കാരെ പോലെ ആണ് അദ്ദേഹത്തിൻ്റെ സംസാരവും സ്വഭാവം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം സ്ത്രീകളെ ഇംപ്രസ് ചെയ്ത് സ്പീക്കാക്കാൻ അദ്ദേഹത്തിന് എന്താകാം അറിയാം. സ്ത്രീകളായിട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം നല്ല നീറ്റായിട്ട് അവരെ കയ്യിലെടുക്കാനുള്ള കഴിവ് എന്തായിരുന്നു ഈ ഒരു വിൽ ഹണി കോംബിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് അത് വളരെയധികം ഫാഷനബിളായിരുന്നു. നല്ല ഫാഷൻ മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട് പെണ്ണുങ്ങളുടെ മുന്നിലൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു വിൽ ഹണി കോംബ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം സ്ത്രീകളുടെ വിഷയത്തിൽ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നെന്താക്കുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. എൻഡ് ഓഫ് ദി എസ്സേയിൽ ഓതർ പറയുകയാണ്, ഒരു ഫിലോസഫർ, അതായത് ഒരു ക്ലേർജിമാനെ കുറിച്ചാണ് എൻഡ് ഓഫ് ദി എസ്സേയിൽ ഓതർ പറയുന്നത്. അദ്ദേഹം ഒരു സീക്രട്ട് ലൈഫാണ് നയിച്ചത്, ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സീക്രട്ട് ലൈഫാണ്. അദ്ദേഹം വളരെ വീക്കാണ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹത്തിന് ഫുൾഫിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു ക്ലർജിമാനെ കുറിച്ചാണ് ഈ ഒരു ഓതർ എന്താക്കുന്നത് പറയുന്നത്. ചർച്ചിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതെങ്കിലും ഇയാൾക്ക് പ്രൊമോഷനൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. എൻഡ് ഓഫ് ദി എസ്സേയിൽ ഓതർ എന്താക്കുകയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ക്ലർജിമാനെ കുറിച്ചാണ് ഓതർ എന്താക്കുന്നത് പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ അങ്ങനെ സ്പെക്ടേറ്റർ ക്ലബ്ബ് ഒരുപാട് സമയമൊന്നും വിസിറ്റ് ചെയ്യാറൊന്നും ഇല്ല. അദ്ദേഹം ഒരു ഫിലോസഫറായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയും ആണ്. ഇത്രയുമാണ് ഈ ഒരു സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്ന റിച്ചാർഡ് സ്റ്റീലിയുടെ എസ്സേയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.